അമ്മമാര് അത്ര പെർഫെക്റ്റ് ആയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കഴിച്ചിട്ടാണ് വണ്ണം വയ്ക്കുന്നത്. അത് നമ്മൾ അന്തസ്സോടുകൂടി പറയണം. അപ്പൊ നമ്മളൊരു 1.5 വരവങ്ങ് വരും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. ആദ്യം തന്നെ പറയട്ടെ, റിയാലിറ്റി ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഗൈസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളോട് 2 വർത്താനം പറയാനാണ്. അതെ ഗൈസ്, എന്താണെന്നല്ലേ, യെസ്, ഈ മദർഹുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. എനിക്കെന്നല്ല, മിക്ക ന്യൂമംസ് ഇത് ഉണ്ടാകണമല്ലോ അല്ലേ, ഉണ്ടാകുമായിരിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനമല്ല അതെന്ന് റിയാലിറ്റിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് മദർഹുഡിലേക്ക് കയറിയത്. അപ്പം എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും പറഞ്ഞായിരുന്നു, അങ്ങനെയല്ല, ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലാവും പിന്നെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വന്നായിരുന്നു കേട്ടോ. അതെന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഐ ക്യാൻ എന്നൊക്കെ ഉള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതൊക്കെയായിരുന്നു. പക്ഷെ എന്നെ കൂടെ പറ്റുകയൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. ഇതിലെ ഫസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത് സ്ലീപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇപ്പൊ എനിക്ക് അറിയില്ല എന്താണ് ആ സ്ലീപ്പ് എന്ന്. നമ്മുടെ ഈ ഒരു ഗാഢ നിദ്ര, ആ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നൊരു സാധനമില്ലേ, അത് എങ്കയോ പോച്ച് ഇനി അത് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ ദിവസവും കൂടുമ്പോഴും ആ നിദ്രയുടെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇപ്പൊ ഇൻ കേസ് ഇവൻ ഉറങ്ങിയെന്ന് വെച്ചോ, ഇവനിപ്പം ഇടയ്ക്കൊക്കെ ഇപ്പം 4 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. അപ്പം രാത്രിയിൽ പക്ഷെ അവൻ അങ്ങനെ ഉറങ്ങുമ്പോഴും നമുക്ക് ടെൻഷനാണ്. അല്ലാതെ അവൻ ഉറങ്ങുന്നതനുസരിച്ച് നമ്മളെ സൈഡിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. നമ്മൾ ഉറങ്ങി കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഉള്ളിൽ ടെൻഷൻ വരും. എന്ത് എണ്ണിക്കാത്തേ, എന്താ പാല് കുടിക്കാത്തേ, സമയം ആയല്ലോ. അപ്പം നമ്മൾ എണ്ണീറ്റിട്ട് കുറച്ച് അലേർട്ടാവും. ഈ അമ്മമാർ അങ്ങനെയാണല്ലോ, അതങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പണ്ട് ഞാൻ ഇങ്ങനെ നല്ല വിചാരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പ്രസവിച്ച് അങ്ങോട്ട് ഇടുന്നു, എന്നിട്ട് ഞാൻ പാല് കൊടുക്കാൻ മാത്രം ഞാൻ, ബാക്കി അവൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കേണ്ടിയേ വരില്ല, മീൻസ് എനിക്ക് നോക്കണ്ട, അമ്മ നോക്കിക്കോളും എന്നുള്ളതായിരുന്നു. പക്ഷെ ഒരു സത്യം പറയട്ടെ, അമ്മ നോക്കിക്കോളും, അമ്മ എപ്പോഴും റെഡിയാണ്. പക്ഷേ എനിക്ക് കൊടുക്കാൻ തോന്നണില്ല. എനിക്കില്ല, അവൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യണം. അങ്ങനെ ഒരു പ്രത്യേകതരം സ്വഭാവം, അങ്ങനെ പ്രത്യേകതരം കാര്യങ്ങൾ ഞാൻ ചോദിച്ചും വാങ്ങിക്കുന്നുണ്ട്. അതെല്ലാം അമ്മമാരൊക്കെ അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ എൻ്റെ ആ ഒരു വിചാരം എന്ന് പറയുന്നത്. ഇപ്പം അവൻ ഉറങ്ങുന്നു. അപ്പം അവൻ ഉറങ്ങുമ്പോൾ എല്ലാവരും വന്ന് പറയും, മക്കളെ കുഞ്ഞുറങ്ങുമ്പോൾ ഉറങ്ങടാ, കിടന്നുറങ്ങും പെണ്ണേ, നീ ഇപ്പം ഉറങ്ങിയാലേ നിനക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ. പക്ഷെ ഒരു കാര്യം, ഈ തുണികൾ മടക്കി വെക്കണം, അവൻ ഉറങ്ങുമ്പോഴല്ലേ എനിക്ക് പറ്റുള്ളൂ. പിന്നെ നമുക്ക് കുളിക്കണം, നമുക്ക് ഫുഡ് കഴിക്കണം, നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും അവൻ ഉറങ്ങണം. അപ്പോൾ ചോദിക്കും വീട്ടിൽ വേറെ ആരും ഇല്ലയോ എന്ന്. ഉണ്ട്. പക്ഷേ ഈ ക്ലസ്റ്റർ ഫീഡിങ് എന്നൊക്കെ പറയുന്ന സാധനം എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് എന്ത് സാധനമാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ ക്ലസ്റ്റർ ഫീഡിങ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ ഡിമാൻഡ് ഇട്ടുകൊണ്ടേയിരിക്കും ഫീഡ് ചെയ്യാൻ. പണ്ടൊക്കെ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും അവന് വിശന്ന് വിളിച്ചു പോകുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കുടിച്ച് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ വായിൽ കൈവച്ചുകൊണ്ടിരുന്നിട്ട് ഞരങ്ങിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ആരെടുത്താലും ഒരു കീറി വിളിക്കും. എത്ര ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു പരിധി വരെ അവർ നിൽക്കുള്ളൂ. പിന്നെ നമ്മൾ അമ്മമാരായതുകൊണ്ട് തന്നെ കരയിപ്പിക്കാൻ നമ്മളങ്ങനെ വിട്ടുകൊടുക്കാറുമില്ല ഒരുപാട്, അല്ലേ? അപ്പം നമ്മൾ ഓടി ഒന്ന് വരും. അപ്പം അവരുറങ്ങുന്ന സമയത്ത് കൂടെ ഉറങ്ങുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. പിന്നെ ഞാൻ ഉറങ്ങാത്തതിൻ്റെ ഒരു കാരണം, എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. പക്ഷെ കിടക്കുമ്പോൾ ഇങ്ങനെ പല പല ചിന്തകൾ അല്ലെങ്കിൽ പല സൗണ്ടുകൾ കേൾക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആകുന്നു. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. പണ്ട് ഞാൻ എന്തൊക്കെ സൗണ്ട് കേട്ടാലും ഞാൻ കിടന്നുറങ്ങും. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല, മറവി, എന്തൊക്കെയോ ഇല്ല, എന്തൊക്കെയോ ഒന്നും അറിയില്ല എനിക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കടന്നു പോകുന്നത്. പിന്നെ രണ്ടാമത്തെ ഞം ഫുഡ്. പ്രഗ്നൻസി ടൈമിൽ പോലും ഇത്രയും ആക്രാന്തം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇതെന്തൊരു ആക്രാന്തം നിങ്ങൾക്കറിയാമോ? രാവിലെ ഫീഡ് ചെയ്യാൻ ഒരു വെളുപ്പിന് ഒരു 2:30 ആകുമ്പോൾ എണ്ണിക്കുക, അത് എൻ്റെ ഒരു റൊട്ടീനായി മാറി. ആ ടൈമിലൊക്കെ എണ്ണിക്കുമ്പോൾ ഭയങ്കര വയറങ്ങ് കാളല, എന്തെങ്കിലും കഴിച്ചോളാൻ വയ്യ. അങ്ങനെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചങ്ങനെ വെച്ചേക്കും. പക്ഷെ ഇടയ്ക്ക് ഞാൻ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പ്രഗ്നന്റ് ടൈമിൽ ഷുഗർ BP ഒക്കെ ലോ ആയിരുന്നു, ഇനി അത് കയറി പോകുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അമ്മാതിരി തീറ്റ ഞാൻ തിന്നുന്നുണ്ട്. അമ്മമാരെ നിങ്ങൾ തിന്നോ, ഞാൻ പറയും നിങ്ങൾ തിന്നണം. ആരെന്ത് പറഞ്ഞാലും തിന്നണം. നമ്മൾ വണ്ണം വയ്ക്കുന്നോ, വെക്കട്ടടോ. നമ്മൾ കഴിച്ചിട്ടാണ് വണ്ണം വയ്ക്കുന്നത്, അത് നമ്മൾ അന്തസ്സോടുകൂടി പറയണം. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇനി എൻ്റെ അടുത്ത് എങ്ങാനും ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നീ വണ്ണം വെച്ച് പോയല്ലോടി എന്നാ. ഫീഡിങ് ഒക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഹെൽത്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ വണ്ണം വെക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ തിരിച്ച് നമ്മളെ ബാക്ക് ടു നമ്മളുടെ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് നമുക്കുണ്ട്. കുഞ്ഞിനെ ഞം കിട്ടണമെങ്കിൽ നമ്മളെ ഞം കഴിക്കണം. അത് വേറൊരു കാര്യം. അല്ലാതെ ഇങ്ങനെ നമ്മളെ ഞം കഴിക്കാതെ ഫുൾ ഇരുന്ന് കുഞ്ഞിനെ നോക്കരുത് കേട്ടോ. നമുക്ക് അതിനുള്ള ആരോഗ്യം വേണം.
രണ്ടാമത്തേത് ഗോയിങ് ഔട്ട്. ഇപ്പം ഓണമല്ലേ ഗൈസ്, ഇപ്പം ഞാനിപ്പോൾ ഇരുന്ന് അയവർക്കുമായിരുന്നു എൻ്റെ ലാസ്റ്റ് ഓണം എങ്ങനെയായിരുന്നു എന്ന്. ഷോപ്പിങ്ങിന് പോകുന്നു, എനിക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനോടല്ല, നമ്മൾ ആ പോകുന്ന ആ ഒരു എൻജോയ്മെൻറ്റ്, ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പോകുന്നത്, ഇങ്ങനെ അലഞ്ഞിതിരിഞ്ഞ് നടക്കുന്നത് എല്ലാം നല്ലതാണ്. ഈ ഒരു ലൈഫും എനിക്കിഷ്ടമാണ്, ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് മിസ് ചെയ്യുന്നൊരു പാർട്ട് വേറെ കിടപ്പുണ്ട്. പക്ഷെ അതിലേക്ക് നമ്മൾ കൂടുതൽ ചിന്തിച്ച് പോകരുത്, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ആ പാർട്ടിലേക്ക് ചിന്തിച്ച് പോയാൽ നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും. അങ്ങനെ എന്തിനാണ് നമ്മൾ പോകേണ്ട ആവശ്യം എന്താണ് നമുക്ക്? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട. പിന്നെ നമ്മൾക്ക് പുറത്ത് പോകുന്നത്, കുട്ടീനെ കൊണ്ട് പുറത്ത് പോയാൽ കുറ്റം, കുട്ടീനെ ഇല്ലാതെ പോയാൽ കുറ്റം. കുട്ടീനെ അവൾ കൊണ്ടങ്ങ് ഇട്ടിട്ട് അവൾ പ്രസവിച്ചിട്ടിട്ട് അവളങ്ങ് നടക്കുക എന്ന് പറഞ്ഞ് കുറേ പേര് തുടങ്ങും. പിന്നെ കുട്ടീനെ കൊണ്ടുപോയാൽ അയ്യോ ജനിച്ച് ഇത്രയിലേ ആയുള്ളൂ, അതിനെ മാനം കാണിച്ചുകൂടാ, പുറത്ത് കാണിച്ചുകൂടാ, ഞങ്ങളൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് കൂടിയില്ല എന്ന് പറയുന്ന ടീംസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ചുറ്റിനും ഉള്ളവർ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ. ഹൗസ് വർക്ക്, അതിനെപ്പറ്റി എനിക്കെത്ര പറയാൻ ഞാൻ ആളല്ല. കാരണം പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ വീട്ടിലാണ്, എനിക്ക് ഒരു ജോലിയില്ല. ജോലി ഇല്ല എന്നല്ല, ഇവനെ നോക്കുന്ന ജോലി അതൊരു വൻ പരിപാടിയാണല്ലോ, അതെനിക്കാണ് കേട്ടോ, അതുണ്ട്. അല്ലാതെ ഹൗസ് വർക്ക് എന്നുള്ളൊരു സംഭവം എനിക്കില്ല. പക്ഷെ അത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, മദർഹുഡിലും അത് ചെയ്യുന്നവർ. സോ അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഹൊറബിൾ. കാരണം എല്ലാം മാനേജ് ചെയ്യണം. എനിക്കിങ്ങനെ ചെറിയ ഇങ്ങനത്തെ ജോലികൾ ചെയ്തിട്ട് പോലും ഐ കാണ്ട്. വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിട്ടുള്ള അമ്മമാരും ഉണ്ടല്ലോ, അപ്പോൾ അവരെ ഞാൻ നമിച്ചു. ഹാറ്റ്സ് ഓഫ്. നെക്സ്റ്റ് വൺ, മൈ ലുക്ക്. ഈ ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു ലുക്ക്. ഇതിന് തൊട്ട് മുന്നേ ഉള്ളവരെ എൻ്റെ ലുക്ക് കാണുവാണെങ്കിൽ എൻ്റെ അമ്മ എപ്പോഴും പറയും, ഇത് എന്തൊരു കൊലവാടി, ആ തലമുടിയൊക്കെ ഒന്ന് വാരിക്കോരി കെട്ടിവെക്ക് പെണ്ണേ ഇങ്ങോട്ടെന്നൊക്കെ. പക്ഷേ എനിക്ക് ചീപ്പ് ഞാൻ കണ്ടുപിടിക്കുന്നത് പോലും ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ ചീപ്പ് തപ്പുന്നത്. എൻ്റെ ചീപ്പ് എവിടെയെന്ന്. ഈ ഡാർക്ക് സർക്കിൾസൊക്കെ നമ്മുടെ ഈ കണ്ണിൻ്റെ താഴെ വരുന്നത് എനിക്ക് നല്ല രീതിയിൽ ഇപ്പോൾ വിസിബിൾ ആണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് ഞാൻ അഴുക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ശരിക്കും ഞാൻ ഇങ്ങനെ ചെയ്തു, ആ അഴുക്കായിരിക്കും എന്ന് ശരിക്കും വിചാരിച്ചു. ഇങ്ങനെ കരി പറ്റിയതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ആ റിയാലിറ്റി ഞാൻ ഇന്നലെയാണ് ശരിക്കും കണ്ടത്. കാരണം ഇന്നലെയാണ് ഞാൻ അത്രയും വെട്ടത്തിൽ ഞാൻ എൻ്റെ ഫേസ് കറക്റ്റ് കണ്ണാടിയിൽ നോക്കിയത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറുത്ത് നമുക്കത് നല്ല രീതിയിൽ കാണാൻ പറ്റും ഗൈസ്. പക്ഷേ ചില സമയത്ത് ഈ മെസ്സി ഹെയറും ഈ ഡാർക്ക് സർക്കിൾസും ഈ ഒരു അലമ്പ് ലുക്കും ഒരു സ്വീറ്റ് മദർഹുഡ് തന്നെയാണ്. അതുകൊണ്ട് ഞാനിങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. കാരണം ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഇങ്ങാര നമ്മുടെ ബേബി തന്നെയാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് സർക്കിൾ വന്നു എന്നൊക്കെ പറഞ്ഞാൽ നോ പ്രോബ്ലം ഗൈസ്. അതുകൊണ്ട് അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കും. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ ബേബീനെ നോക്കുന്നതിൻ്റെ റിസൾട്ടാണ് നിങ്ങളുടെ ഹെയറും നിങ്ങളുടെ ഫേസും നിങ്ങളുടെ ഹെൽത്തും ഇങ്ങനെ മോശമാകുന്നതും ഒക്കെ. സോ അതിൽ അഭിമാനിക്കുക ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ തിരിച്ചു കൊണ്ട് വരാവുന്നതേ ഉള്ളൂ എന്നേ. അപ്പം നമ്മളൊരു 1.5 വരവങ്ങ് വരും. ആര് ചോദിക്കാൻ? ഇനിയുള്ളത് ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ എന്നെ ചാനോ അതെനിക്കറിയില്ല. ഇവിടെ ഉണന്നു ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഫ്രീ ടൈം എന്ന് പറഞ്ഞൊരു സാധനം മദർഹുഡിൽ നമ്മളിങ്ങനെ വിചാരിക്കരുത്. പക്ഷെ നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ നമ്മളേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പം നമ്മൾ കണ്ടെത്തണം. എന്തെങ്കിലും ഞാൻ പറയും, ചിലപ്പോൾ ഇരുന്ന് മോട്ടിവേഷന് വേണ്ടി പറയാം. പക്ഷെ ആ സമയമാണ് പ്രശ്നം. അത് ഏത് സമയമാണ് നമ്മൾ കണ്ടെത്തേണ്ടതെന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. പണ്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ റീല് തോണ്ടുന്നു, യൂട്യൂബ് കാണുന്നു, സ്കിൻ കെയർ ചെയ്യുന്നു. എന്തൊക്കെയായിരുന്നു അല്ലേ ആചാരങ്ങൾ. പക്ഷെ ഇപ്പോൾ ഒരു ഫ്രീ ടൈം കിട്ടിയാലോ, ബേബീൻ്റെ തുണി മടക്കുന്നു, ബേബിയുടെ തുണി അയൺ ചെയ്യുന്നു, ബേബീനെ ഒന്ന് നമ്മൾ ഒരുക്കി വൃത്തിയാക്കുന്നു. നമ്മൾ ബേബീനെ എനിക്കിങ്ങനെ ഒരു പണിയില്ലാതിരിക്കുമ്പോൾ എൻ്റെ സ്വഭാവം അവൻ ഉറങ്ങുമായിരിക്കും. അവൻ്റെ സൗന്ദര്യം നോക്കി ഇങ്ങനെ ഇരിക്കുക, ഉറക്കത്തിച്ചിരിക്കുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഉറക്കത്തിച്ചിരിക്കുന്നതൊക്കെ നോക്കിയിരിക്കുന്നു. പക്ഷേ ഈ മദർഹുഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റിയാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ എത്ര ടയേർഡായി എന്ന് പറഞ്ഞാലും ഈ ഒരു കുഞ്ഞു ചിരി മതി നമ്മുടെ എല്ലാ ടയേർഡ്നെസ്സും മാറ്റാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സംടൈംസ് നമ്മുടെ മദർഹുഡിൽ നമ്മളത് ചിലപ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല മദർഹുഡ്. ചിലപ്പോൾ കുറേ ടയേർഡ്നെസ് ഉണ്ടാവും, കുറേ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും, കുറേ മൂഡ് സ്വിങ്സ് ഉണ്ടാവും, അത് കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു മദർഹുഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ
അത് എൻജോയ് ചെയ്യാം. ലൈഫിൽ എനിക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായി മാറിയിരിക്കുകയാണ് ഇവൻ. അത് എത്ര പെട്ടെന്നാണ് ആ ഒരു ചേഞ്ച് വന്നതെന്ന് തന്നെ എനിക്കറിയില്ല. അത് ഈ ഒരു ചിരി മതി. അപ്പോൾ ഗൈസ്, എനിക്ക് പറയാനുള്ളത്, നമ്മൾ അമ്മമാര് അത്ര പെർഫെക്റ്റ് ആയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്താണോ അതാണ് നമ്മൾ എങ്ങനെയാണോ ബേബീനെ നോക്കുന്നത് അതാണ് കറക്റ്റ്, അല്ലേ? എന്ത് വേണേലും പറഞ്ഞോട്ടെ, അതൊന്നും നമ്മളെ എഫക്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മളെ മുന്നോട്ട് തന്നെ പോവാ. നമ്മളെ കൊണ്ട് പറ്റാത്തത് എന്താണ്? വി ക്യാൻ. ഓക്കെ, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ, റിയാലിറ്റി എന്തായിരുന്നു? നിങ്ങളും കമന്റ് ചെയ്യൂ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സാമ്യം വരുന്നതെന്നാ. അല്ലേ നമ്മൾ എന്താണോ അതാണ് നമ്മളെ ടയേർഡ് ആയിക്കോട്ടെ, നമ്മളുടെ ലുക്കൊക്കെ പോയിക്കോട്ടെ, ബട്ട് ഈ ഒരു ശാലം മതി. നമ്മളില്ലാതെ ഇവർക്കൊരു ലോകമില്ല. അതിൽ നമ്മൾ അഭിമാനിക്കുകയല്ലേ വേണ്ടത്, അല്ലേ? നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരാളിങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ, അല്ലേ, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ബേബി അല്ലേ. നമ്മളില്ലാതെ അവർക്ക് അത്രയും പറ്റില്ല എന്നുള്ള ഒരാളുണ്ടെങ്കിൽ അത് നമ്മളുടെ കുഞ്ഞ് തന്നെ ആയിരിക്കും. കാരണം അവർക്ക് നമ്മളാണ് എല്ലാം ഡിപ്പെൻഡബിൾ, നമ്മളാണ് ഫീഡ് ചെയ്യേണ്ടത്, നമ്മളുടെ അടുത്താണുള്ളത്, അല്ലേ? സോ മൂവ് ഓൺ. നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ എത്ര സ്ട്രോങ് ആണ്, നമ്മൾ എത്ര ബ്യൂട്ടിഫുൾ ആണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കറിയില്ല. അതൊരു വലിയ സത്യമാണ് ഗൈസ്, സത്യം. സോ ഈ ഒരു മൊമെന്റ്സ് നമുക്ക് പിന്നെ ഈ ലൈഫിൽ ഏറ്റവും കൂടുതൽ പിന്നീട് മെമ്മറീസ് ആക്കി സൂക്ഷിക്കാൻ പറ്റുന്ന നല്ല ഗുഡ് മൊമെന്റ്സ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആണ് ഗൈസ്. സോ അത് മിസ് ചെയ്യാതെ ഇങ്ങനെ ഓരോ മൊമെന്റും ഇങ്ങനെ എൻജോയ് ചെയ്യാൻ നമ്മുടെ ബേബിയോടൊപ്പം, അല്ലേ? എന്തായാലും ഈ അമ്മയ്ക്ക് ഈ ബേബിയോടുള്ള മൊമെന്റ്സിലുള്ള ടൈമായി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റ, ബൈ ബൈ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. ബൈ ബൈ.